Scouts and Guides Sagat. വയനാട് ജില്ലയിലെ 3000-ഓളം സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന ഈ പരിപാടി ഇവിടെ ഔപചാരികമായി പതാക ഉയർത്തുകയാണ്. बदन के वास्ते जीना, बदन के वास्ते मरना, बदन पर जान फिदा करना, प्रभु हमको सिखा देना, दया कर दान भक्ति का हमें परमा. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി പതാക ഉയർത്തുന്ന വയനാട് ജില്ലയുടെ വിദ്യാഭ്യാസ ഡയറക്ടർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി വയനാട് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ശശീന്ദ്ര വ്യാസ, മറ്റു വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്കൗട്ട് ഗൈഡ് അധ്യാപകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ അങ്ങനെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലെ ഏകദേശം 3000-ഓളം കുട്ടികൾ നമ്മൾ ഇന്ന് ഈ ഗ്രൗണ്ടിൽ ഒന്നുചേർന്നിരിക്കുകയാണ്. അങ്ങനെ ജില്ലാ റാലിക്ക് ഇന്ന് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വലിയൊരു ആഘോഷത്തിന്റെ ദിവസമാകട്ടെ, ഒരു ഒരുമയുടെ ഉത്സവമാകട്ടെ, അതോടൊപ്പം തന്നെ സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ Flag salute. Order. त्रिदल कमल निध तीन प्रतिज्ञाओं की याद दिलाता, और चक्र कहता है प्रतिबल आगे कदम बढ़ेगा, ऊंचा सदा रहेगा झंडा, ऊंचा सदा रहेगा. नमस्कार. വയനാട് ജില്ലാ സ്കൗട്ട് ആൻഡ് ഗൈഡ് അസോസിയേഷൻ ഇന്ന് മുതൽ 4 ദിനങ്ങൾ മാനന്തവാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ മൈതാനത്ത് സംഘടിപ്പിക്കുന്ന വയനാട് ജില്ലാ റാലിയും അതേപോലെ ഹബ്ബ് ഉൾബൾ ഉത്സവം ഏറെ പ്രതീക്ഷയോടെയാണ് ഈ 4 ദിനങ്ങൾ നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതായത് സേവനമാണ് നമ്മുടെ മുഖമുദ്ര, അതിജീവനമാണ്, അതേപോലെ മനുഷ്യരെ സ്നേഹിക്കുക, നല്ല ചിന്തകൾ വളർത്തിയെടുക്കുക, ഇതൊക്കെയാണ് നമ്മളുടെ ഉദ്ദേശം. ഏതായാലും വയനാട് ജില്ലയുടെ ഒരു പരിച്ഛേദമാണ് ഇന്നിവിടെ സംഗമിച്ചിട്ടുള്ളത്. അല്ലേ? അങ്ങ് എപ്പാടി അതുപോലെ ഷിജിത് അവർ, ജിജു ടീച്ചർ, വയനാട് ജില്ലയുടെ സ്കൗട്ട് പ്രസ്ഥാനത്തെ, സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനത്തെ നയിക്കുന്ന നമ്മുടെ നിരവധി പരിപാടികൾ ആദ്യന്തം ഉണ്ട്. നമുക്കറിയാം, ഇന്ന് ഉച്ചയ്ക്ക് മുൻപേ തന്നെ വന്ന് എത്തിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഈ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ തോമസ് സാർ, GBHS മാനന്തവാടി DPC സുരേഷ് സാർ, മാനന്തവാടി GBHS ഈ പ്രദേശത്തെ മുഴുവൻ രക്ഷിതാക്കൾ ഇന്ന് നമ്മൾ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രവൃത്തി പരിചയ മേളയില് സംസ്ഥാന തലത്തിലോ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹമുള്ള നാട്ടുകാരെ, നന്ദി ഹൃദയത്തിൽ നിന്നും ഉയരേണ്ടതാണ്. നന്ദി പറഞ്ഞുകൊണ്ട് നാം ഇവിടുന്ന് പിരിയേണ്ടവരല്ല എന്ന തികഞ്ഞ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എങ്കിലും 18ാമത് Believe it.